എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്നൊരു വീക്കെൻഡ് കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ടിക്ക മസാലയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കേരളത്തിൽ ആക്ച്വലി അങ്ങനെ ആരും എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷെ പാവലിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ബിക്കോസ് ഞാൻ ലൈഫിൽ വരുന്നതിന് മുമ്പ് തന്നെ പാവൽ ചിക്കൻ ടിക്ക മസാല എല്ലായിടത്തും പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ വാട്ട് ഐ റിയലൈസ്ഡ്, ഈ സ്വിറ്റ്സർലൻഡിൽ വന്നതിന് ശേഷം നമ്മുടെ കേരള ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനത്തെ സാധനങ്ങളെ, ഫിഷ് കറി, അങ്ങനത്തെ സാധനങ്ങളതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ ആൾക്കാർക്ക്, അതായത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ടിക്ക മസാലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ചിക്കൻ ടിക്ക മസാല എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അവരുടെ വിചാരം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പഠിച്ചു. പക്ഷെ അതിത് എൻ്റെ വേർഷനാണ്. നോർത്ത് ഇന്ത്യക്കാർ കണ്ടിട്ട് എന്നെ തല്ലരുത്, ബിക്കോസ് ഇത് നിങ്ങളുടെ വേർഷൻ അല്ല, ഇത് നമ്മളുടെ വേർഷൻ. നമ്മളുടെ കേരള സൗത്ത് ഇന്ത്യ ആൾക്കാർക്കും കൂടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. സോ നമുക്കതിലേക്ക് കിടക്കാം. ഈസി സൂപ്പർ ഈസി ചിക്കൻ ടിക്ക. അപ്പം ഞാൻ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനിതെല്ലാം പറയാം. പക്ഷേ വേണ്ടത് ഏറ്റവും മെയിനായിട്ട് ചിക്കനാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ ചിക്കൻ ടിക്ക മസാലയാണ്. ഇപ്പോൾ ഈ ചിക്കന് പകരം യു ക്യാൻ യൂസ് പനീർ. ഞാൻ ഈ ചെയ്യണ അതേ സംഭവം വിത്ത് ചിക്കൻ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് പനീർ. അപ്പോൾ വെജിറ്റേറിയൻസിന് ആ ഒരു ഓപ്ഷനുണ്ട്. അപ്പം നമ്മൾക്ക് ഉണ്ടാക്കാം ചിക്കൻ ടിക്ക മസാല. അതിലേക്ക് ഞാൻ ആദ്യം ചിക്കനെ നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് മാരിനേറ്റ് ചെയ്യാം. ആ മാരിനേറ്റ് ചെയ്ത സാധനം നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് വി ആർ ഗോണ മേക്ക് ദ ചിക്കൻ മസാല പ്രിപ്പറേഷൻ. ഫസ്റ്റ് ഐ എം ഗോണ പുട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ ഒറിജിനലായിട്ടുള്ള ജിഞ്ചർ ആൻഡ് ഗാർലിക് ഉണ്ടെങ്കിൽ അത് പേസ്റ്റായിട്ട് ഇട്ടാൽ മതി. ഐ ഹാവ് റെഡിമെയ്ഡ്. സോ ഐ എം ഗോണ ആഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പം ഞാൻ ഗാർലിക്കാണ് ആഡ് ചെയ്യണത്. So I'm gonna put ginger paste. ഈ ജിഞ്ചർ ഗാർലിക്ക് ഞാൻ മേടിച്ചത് നാട്ടിൽ നിന്നാണ്. ഇവിടെ ഇന്ത്യൻ കടയിൽ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. സോ ഐ ബോട്ട് ഇറ്റ് ഫ്രം കേരള. സോ നമ്മൾ ജിഞ്ചർ ഗാർലിക് ഇട്ടു. ഇതിലേക്ക് ഇനി വാട്ട് ഐം ഗോണ ആഡ് ഇസ് സ്പൈസി ചില്ലി പൗഡർ ആൻഡ് നോൺ സ്പൈസി ചില്ലി പൗഡറിൻ്റെ ഒരു മിക്സ്ചറാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് യു ക്യാൻ ആഡ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. ദിസ് ഇസ് നോൺ സ്പൈസി, എരിവില്ലാത്ത കശ്മീരി ചില്ലി പൗഡർ. അവരവരുടെ ഇഷ്ടത്തിന് ഇടാം. ഐ എം ഗോണ ആഡ് 3 ടീസ്പൂൺ നോൺ സ്പൈസി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ഓഫ് സ്പൈസി ചില്ലി പൗഡർ. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല, നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇടുവാണ്. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നമുക്ക് ഇടാം, പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ. പക്ഷെ ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇടണം. നിങ്ങൾക്ക് ഇത്ര എരിവും പെപ്പറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കുറയ്ക്കാം. ദെൻ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. സോ ഇപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഉപ്പിന് ഭയങ്കര കുത്തലാണ്. ദെൻ ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോണത് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരിടുന്ന സാധനമാണ് കസ്തൂരി മേഥി. ഇത് നമ്മൾ കേരള ഫുഡിലൊന്നും കസ്തൂരി മേത്തി ഉണ്ടാവാറില്ല. ഇത് നമ്മുടെ ഈ റോസ്മേരി അല്ലെങ്കിൽ ബേസിൽ പോലെയൊക്കെ ഒരു ലീഫാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും ഞാൻ മേടിച്ചിട്ട് വന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾക്കിങ്ങനെ കയ്യിലെടുത്തിട്ട്, എൻ്റെ കയ്യിൽ ബോട്ടിൽ തീർന്നു പോയി. ഇത് പുതിയ എഡിഷനാണ്, കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചതാണ്. ഇതാണ്, ഇറ്റ്സ് ലൈക്ക് ദിസ് ലീഫ്. ഇത് ഞാനൊരു കയ്യിൽ ഇത്ര എടുത്തിട്ടുണ്ട്. ഞാനിതിനെ I'm gonna do it like this. നല്ല പൊടിച്ചിട്ട് ഇടാം, കുറച്ചും കൂടി ഇടും. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, കസ്തൂരി മേത്തി. സോ യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം ഇന്ത്യൻ ഷോപ്പ്, അല്ലെങ്കിൽ കേരളയിലൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മുടെ കേരള ഡിഷസിൽ വി ഡോണ്ട് ഹാവ്
ദിസ് കസ്തൂരി മേത്തി അറ്റ് ഓൾ. അതുകൊണ്ടാണ് ഇറ്റ് ഡസൻ ഹാവ് ദാറ്റ് കിക്ക് ഉണ്ടാവാത്തത്. ആ ഒരു സീക്രട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ചിക്കൻ ടിക്ക മസാലയുടെ സംഭവം കസ്തൂരി മേത്തിയാണ്. ദെൻ ഐ എം ഗോണ ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ചാട്ട് മസാല. ഇതും നോർത്ത് ഇന്ത്യൻ ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇവിടെ സ്വിറ്റ്സർലൻഡിലുള്ളവർക്ക്. നാട്ടിൽ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഈ മസാല തന്നെയാണ് നമ്മൾ ചാട്ടിലൊക്കെ ഇടുന്നതും. ഒരു സ്പൂൺ ഓഫ് ചാട്ട് മസാല ഓൾസോ ഐ എം ആഡിങ് ഇൻ ടു ദിസ്. പാവലിന് ഇത് എന്തൊരു ഇഷ്ടമാണെന്നറിയോ? കൊറിയാൻഡർ ഞാൻ ആഡ് ചെയ്യണില്ല, കൊറിയാൻഡർ പൗഡർ. അത് ഞാൻ ലേറ്റർ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാം. ഇനി വാട്ട് വി നീഡ് ടു ആഡ് ഇസ് യോഗോട്ട്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് 1 പാക്കറ്റ് ഓഫ് യോഗോട്ടാണ്. ഞാനിപ്പോൾ എത്ര ടേബിൾ സ്പൂണാന്ന് കാണിച്ചു തരാം. പാവലിയുടെ വിശന്ന് പൊരിഞ്ഞൊക്കെ പാവൽ ഇസ് വെരി ഹംഗ്രി, സോ ഐ എം മേക്കിംഗ് ഇറ്റ് സൂപ്പർ ഫാസ്റ്റ്. സോ 1, 2 പുളി ഇല്ലാത്ത തൈര് കേട്ടോ. 3, 4 ഇത് എത്രയാ? 180 ഗ്രാം ആണ് പുളി ഇല്ലാത്ത യോഗോട്ട്. ഇനി യൂസ് ചെയ്യാൻ പോകുന്ന കടല മാവാണ്, അതായത് നമ്മുടെ ചിക്പീയുടെ മാവ്. നമ്മൾ സാമ്പാറിലൊക്കെ ഇട്ടില്ലേ കടലമാവ്. സോ ഐ എം ഗോണ ആഡ് 2 ടീസ്പൂൺസ് ഓഫ് കടലമാവ്. നമ്മുടെ ബ്രൗൺ ചിക്പീയുടെ പൊടി ഇവിടെ മേടിക്കാൻ കിട്ടും. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ദെൻ ഐ എം ഗോണ ആഡ് ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പെരുംജീരകത്തിൻ്റെ പൊടി. അതായത് ഈ ജീരകം 2 കളറിലുണ്ടല്ലോ, എനിക്കിതിൻ്റെ രണ്ടിൻ്റെയും മലയാളം അറിയില്ല. നല്ല ബ്രൗൺ കളറിലിരിക്കുന്ന ജീരകം, നോട്ട് ദ ഗ്രീൻ വൺ ബട്ട് ദ ബ്രൗൺ വൺ. സോ ഇതാണ് ഈ മെക്സിക്കൻ ഫുഡിലൊക്കെ ചിലപ്പോൾ ഇടാറുണ്ട്. ആ ജീരകമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോണേ. സോ വാട്ട് ഐ എം ഗോണ ഡു ഇസ്, ഞാൻ അതിന് 2 പിടി. ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ചിക്കൻ ടിക്ക അല്ലെങ്കിൽ പനീർ ടിക്ക. സോ ഞാൻ ഇത്രയും 2 പിടി, അതായത് 2 ടീസ്പൂൺ ഉണ്ടാവുമായിരിക്കും. മിക്സിയിൽ പൊടിച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ ഇതൊക്കെ ഇതുള്ളത് കൊണ്ട് ഗുഡ്, ഞാൻ അങ്ങനെ തന്നെ ഇടുവാണ്. ഗരം മസാലയിൽ ഈ ജീരകം ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ ഇതിനകത്ത് ഈ ജീരകം ഇടാന്നുള്ളത്. യൂസ് വെജിറ്റബിൾ ഓയിൽ. ചിലവർ ഇതിനകത്ത് മസ്റ്റേർഡ് ഓയിൽ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ നമുക്കിവിടെ മസ്റ്റേർഡ് ഓയിൽ ഇല്ല. സോ വി യൂസ് വെജിറ്റബിൾ ഓയിൽ ഫോർ ദിസ്. ഓയിലിൻ്റെ ഫ്ലേവർ ഒന്നും പാടില്ല, നോ ഫ്ലേവർ. സോ വി യൂസ് പ്ലെയിൻ വെജിറ്റബിൾ ഓയിൽ. വി യൂസ് ദിസ് ഓയിൽ വൈൽ മാരിനേഷൻ ഇറ്റ് സെൽഫ് വീൽ പുട്ട് ദിസ് ഓയിൽ. സോ ആ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ ഫ്രൈ ആവണം. വി ഡോണ്ട് യൂസ് എക്സ്ട്രാ ഓയിൽ കേട്ടോ. ഇനി ഐ ഹാവ് ടു ടേക്ക് ഔട്ട് മൈ റിംഗ് ബിക്കോസ് വി ആർ ഗോണ മിക്സ് ഇറ്റ് വിത്ത് ഹാൻഡ്സ്. മൈ ഹസ്ബൻഡ്സ് ഫേവറേറ്റ് ഡിഷ്. ആണോ 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 മുളകുപൊടിയും എരിവും ഒക്കെ കൂടുതൽ വേണ്ടവർക്ക് ഇടാം. പാവലിന് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ഹി ലവ്സ് സ്പൈസി ഫുഡ്. അതുകൊണ്ടാണ് ഐ ആഡഡ് എ ലോട്ട് ഓഫ് ചില്ലി. ബട്ട് ഇഫ് യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ് യു ഡോണ്ട് ഹാവ് ടു ആഡ് ദിസ് മച്ച് ചില്ലി ആൻഡ് പെപ്പർ. ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് വാട്ട് ഓൾ തിങ്സ് ഐ എം യൂസിങ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഭയങ്കര ഫാസ്റ്റാട്ടോ, കണ്ടോ. സോ ഐ മാരിനേറ്റഡ് ഇറ്റ്. ഇതിങ്ങനെ കുറേ അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിൽ ജസ്റ്റ് ഫ്രൈ ഇറ്റ് ഔട്ട്. ഒരു പാത്രം വെച്ചു. ഇനി നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ നേരെ ഈ സംഭവം ഇതിനകത്തേക്ക് ഇടാണ്. ഐ ചെക്ക് സോൾട്ട് എവറിത്തിങ് കറക്റ്റ്, നോ പ്രോബ്ലം. ചിക്കൻ ടിക്ക മാത്രമാണെങ്കിൽ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രൈ. പക്ഷേ ചിക്കൻ ടിക്ക മസാല വേണമെങ്കിൽ യു നീഡ് ടു മേക്ക് മസാല സെപ്പറേറ്റ്ലി. അത് ഞാൻ ലേറ്റർ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും. ദാറ്റ് ഐ വിൽ ഷോ യു.
ഇത് വെറുതെ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. സോ ദാറ്റ് ദിസ് ഗ്രേവി അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി. കടലമാവ് ഇട്ടത് ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് എൻഹാൻസസ് ദ ടേസ്റ്റ്. അപ്പം അതില്ലാന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. യു ക്യാൻ ഓൺലി യൂസ് യോഗോട്ട് വിച്ച് മേക്സ് ദ ചിക്കൻ വെരി സോഫ്റ്റ്. കടലമാവ് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറുകുറുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ്, യു ഡോണ്ട് ഹാവ് ടു യൂസ് ഇറ്റ്. വി ആർ ഗോണ ആഡ് ദിസ് ഇൻ ടു ദിസ് പാൻ. ഞാൻ റെസ്റ്റോറൻറ്റിൽ ഇത് മേടിക്കണമെങ്കിൽ ഹൗ മച്ച് വി നീഡ് ടു പേ ഫോർ ദിസ് മോനെ? ദിസ് മച്ച് ചിക്കൻ ടിക്ക മസാല. Hard to tell. It's like portions for 4 people, huh? This one, so one chicken tikka would be $40. Depends where, but I think around 30 plus. Depends on the restaurant. Yeah. സോ ഇപ്പോൾ പാവല് പറഞ്ഞനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിച്ച എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഒരാളുടെ പോർഷൻ ഓഫ് ചിക്കൻ ടിക്ക മസാലയ്ക്ക് ഇവിടെ വരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ 4000 രൂപയാണ്. സോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഓൾമോസ്റ്റ് 4 പേരുടെ പോർഷനാണ്. അപ്പോൾ 4000 × 4 ആണ് ഇതിൻ്റെ വില ഇവിടെ. സോ സ്വിറ്റ്സർലൻഡിലുള്ളവർക്ക് അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെ ഉള്ളവർക്കും ട്രൈ മേക്കിംഗ് ഇറ്റ് അറ്റ് ഹോം. Because then it's healthy. We know what kind of oil we are using, what kind of chicken we are using. So everything we know ellam fresh aanu ennallathu, rather than buying it from a restaurant here. And Indian people, I would suggest, like, if you can cook properly at home, eat from home. ബാക്കി ബിക്കോസ് എനിക്ക് ഏറ്റവും ഫ്രഷ് ടേസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഗ്രേവിയിൽ ഐ എം ജസ്റ്റ് ആഡിങ് സം വാട്ടർ സോ ദാറ്റ് ഐ ക്യാൻ യൂസ് ലേറ്റർ. നേരത്തെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഐ ക്യാൻ യൂസ് ഇറ്റ്. ലെറ്റ് ഇറ്റ് ഷാലോ ഫ്രൈ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യണം. പക്ഷേ അപ്പോൾ ചിക്കൻ നല്ലപോലെ കുക്ക് ആവണ്ട. നമ്മൾ അതിൻ്റെ മുകളിലൊരു ബ്രൗൺ കളർ വന്നാൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ ഈ പരുവായി ഒട്ടും വെന്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാൻ പോവാം കേട്ടോ. ഇനി ഇതിനെ മാരിനേഷൻ ചെയ്തപ്പോൾ വി യൂസ് സം ഓയിൽ ആൻഡ് that is enough. ഇനി അടിക്ക് പിടിക്കുന്നുണ്ടെന്നോ അങ്ങനെ വല്ലതും തോന്നിയാൽ just put some extra oil, okay? And always remember കുറച്ച് അടിക്ക് കട്ടിയുള്ള പാൻ യൂസ് ചെയ്യാനായിട്ട്, ലൈക്ക് എ ബിറ്റ് തിക്കർ പാൻ, സോ ദാറ്റ് ആ ഫയർ ആ ഫ്ലെയിം ഡയറക്റ്റ് ചിക്കനിലേക്ക് വരാത്ത രീതിയിലുള്ള ഒരു പാൻ. whatever you have you can use. യൂസ് ചെയ്യുന്ന കനോല ഓയിലാണ്. ബട്ട് ദർ ഇസ് നോ ഫ്ലേവർ. ഇറ്റ്സ് ലൈക്ക് പ്ലെയിൻ. ഹൗ ഇസ് ദ സ്മെൽ മോനെ? നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മളെല്ലാ പീസും ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാമെന്നുള്ളൂ. ഡസൻറ്റ് മാറ്റർ വെദർ ഇറ്റ്സ് കുക്ക്ഡ് ഓർ എനിത്തിങ്. നല്ലപോലെ ഒന്ന് ബ്രൗൺ ആവട്ടെ. ചിക്കൻ ടിക്ക മസാലയുടെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് കിടക്കണം. ദാറ്റ് ഇസ് അതിൻ്റെ പരുവം. പാവലപ്പോൾ ചോദിക്കും എന്തോരം എണ്ണയാണ്. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കണ്ടിട്ടില്ലേ, എണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും. ഞാൻ എങ്ങനെ അത് വരുത്തണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇറ്റ്സ് വെരി ഈസി. ഇതിപ്പം എത്ര ഫാസ്റ്റായിട്ടായെന്ന് നോക്കിയേ. വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ. സവാള അങ്ങനെ മുറിച്ച് വെക്കണമായിരുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഈസിയാണ്. വൈൽ ദിസ് ഇസ് ഗെറ്റിംഗ് റെഡി, നമ്മൾക്ക് മസാല ഉണ്ടാക്കാനായിട്ടുള്ള കൂട്ടിൻ്റെ വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. സോ നമ്മുടെ കയ്യിലൊരു 4 മീഡിയം സൈസ് സവാള ഉണ്ട്. അത് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ, അതായത് തക്കാളി. ഒരു 3 തക്കാളി കുക്ക് ചെയ്ത് ഉടച്ച് പേസ്റ്റാക്കി വെച്ചത്, അല്ലെങ്കിൽ യു ക്യാൻ ബൈ ഫ്രം ഷോപ്പ് കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോ പ്യൂര ഇല്ലേ, അതാണെങ്കിലും മേടിച്ചാൽ മതി. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ടൊമാറ്റോ ഒന്നും ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. അപ്പോൾ ബിക്കോസ് വി നീഡ് ടു മേക്ക് ഇറ്റ് സൂപ്പർ ഫാസ്റ്റ്, സോ ഐ എം യൂസിങ് ദിസ്. ആൻഡ് ടൊമാറ്റോ യൂസ് ചെയ്യുന്നതിനേക്കാളും കളറും ഫ്ലേവറും ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദിസ്. ഇതിവിടെ മീഗ്രോസിലൊക്കെ മേടിക്കാൻ കിട്ടും.
നാട്ടിലുള്ളവർക്കും മേടിക്കാൻ കിട്ടും. ഓർ നിങ്ങൾക്ക് ടൊമാറ്റോ മേടിച്ച് ഒരു 3-4 ടൊമാറ്റോ പുഴുങ്ങി അതിനെ സ്മാഷ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞ് സ്മാഷ് ചെയ്ത് യു ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ. ഇവിടെ പാവൽ എൻ്റെ മുമ്പിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ഐ ഹാവ് എ ലോഡ് ഓഫ് ഇംഗ്ലീഷ് കമ്മിങ് ഔട്ട്. അതർവൈസ് ഇതൊരു മലയാളം വീഡിയോ തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കണം, ഞാൻ പവലും കൂടി അല്ലെങ്കിൽ ബോറടിക്കില്ലേ പുള്ളി ഇവിടെ നിന്നിട്ട് എനിക്ക് വേണ്ടി വീഡിയോ എടുത്ത് തരുമ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കും ഒരു ബോറടി. ബിക്കോസ് ഹീ ലവ് ദിസ് ഫുഡ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്ക് നിങ്ങളുടെ ചെക്കന്മാർക്ക്. അവർ പറയും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക. അവർ പറയും. ഞാൻ ഈ ചിക്കൻ കേരള ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല ഇതിനെനിക്ക് കിട്ടിയിരിക്കുന്ന അപ്രീസിയേഷൻ. സോ ഇഫ് യു വോണ്ട് ടു കുക്ക് സംതിങ് നൈസ് ഫോർ യുവർ ഫ്രണ്ട്സ് ഓർ പാർട്ട്ണർ ഓർ എനി വൺ ഫാമിലി, ട്രൈ ദിസ് ഔട്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. മുകളിലത്തെ ഭാഗം കുറച്ചധികം ഉള്ളത് കൊണ്ടാട്ടോ ഇത്ര സമയം എടുക്കണം. ഇഫ് യു ഹാവ് ലെസ് ക്വാണ്ടിറ്റി ഇറ്റ് ഡസൻ ടേക്ക് ദിസ് മച്ച് ടൈം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചും കൂടെ ജീരകം, ഒരു 2 spoons ഓഫ് ജീരകം I'm gonna make into powder because നമുക്കിനി ഗ്രേവിയിൽ we need സെയിം ജീരകം കുറച്ചും കൂടെ വേണം. മുകളിലത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി, ഉള്ളിലൊന്നും വേവണ്ട. ബിക്കോസ് നമുക്ക് ആ ഗ്രേവിയിലേക്ക് ആ ചിക്കൻ്റെ സോസ് വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ അത്രയും വേവിക്കാൻ പാടില്ല. അത് ആ ഗ്രേവിയിൽ ഇനി കിടന്ന് വേവണം. സോ ഞാനിപ്പം നമ്മൾ ഉണ്ടാക്കിയ ചിക്കനെ എടുത്ത് മാറ്റാൻ പോവാം കേട്ടോ. put it into a plate. സെയിം പാനിലേക്ക് തന്നെ, അതിന് കഴുകൊന്നും വേണ്ട. തന്നെ I'm gonna put oil. അതിലേക്ക് ഞാനിനി നമ്മുടെ ചോപ്ഡ് ഓണിയൻസ്, സവാള, little bit of ginger garlic, and നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ആഡ് കേട്ടോ. ബട്ട് റിയലി ചിക്കനിൽ ദർ ഇസ് ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ഇൻ ടു ദ ഗ്രേവി, അതർവൈസ് നോ നീഡ്. സോ ഞാനിതിനെ ഇളക്കുവാണ്. Maybe I'll add a little bit of salt. Very little. Because സൂക്ഷിച്ചിടണം. നമ്മൾക്ക് ഉപ്പ് ചിക്കനിലുള്ളത് കൊണ്ട് ഇനിയിട്ട് കുറച്ചിട്ടാൽ മതി സോൾട്ട്. Does it hurt? സവാള നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ ടിക്ക മസാല പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും, ബാസ്മതി റൈസ് മെയിൻലി, ദെൻ വാട്ട് എൽസ്, നാനിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്, ചപ്പാത്തിയുടെ കൂടെയും. അപ്പം നമ്മൾക്ക് ഇന്ന് ഇവിടെ ഉള്ളത് പൊറോട്ടയാണ്. ഫോർ പാവൽ. പാവലിന് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. സവാള ഒന്ന് റെഡി ആയിട്ടുണ്ട്. സോ ഐ എം ഗോണ ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടർമറിക് പൗഡർ, വെരി ലിറ്റിൽ. ഗരം മസാല, ബിക്കോസ് നമ്മൾ അതിനകത്ത് ഇത് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഗരം മസാല മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ദിസ് ഈസ് ഓൺലി ഫോർ ദ ഗ്രേവി. ആഡ് നോൺ സ്പൈസി ചില്ലി പൗഡർ, ബിക്കോസ് ചിക്കൻ ഇസ് ഓൾറെഡി സ്പൈസി. ചിക്കൻ ഓൾറെഡി സ്പൈസി ആയതുകൊണ്ട് ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കൊറിയാൻഡർ പൗഡർ യൂസ് ചെയ്യും. സോ വി ആർ ഗോണ ആഡ് കൊറിയാൻഡർ പൗഡർ. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. നടുക്കിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യും. ഈ സവാളയായിട്ട് ഇളക്കുന്നതിന് മുമ്പ് ഐ സോട്ട് ഓൺലി ദ പൗഡേഴ്സ്. നമ്മൾ ബ്രൗൺ ജീരകം പൊടിച്ചു വെച്ചില്ലേ, ഒരു 1/2 ടീസ്പൂൺ.
ദാറ്റ് ജീരകമാണ് ഇതിനകത്ത്, ജീരകം ആൻഡ് കസ്തൂരി മേഥി ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിൻ സംഭവം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മേഥി ഇടുവാണ്. ചാറ്റ് മസാല ഇനി ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഓൺലി കസ്തൂരി മേഥി. കുറച്ച് ഒരു പിടി അല്ലെങ്കിൽ കുറച്ചും കൂടെ. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ ഇത് നല്ലപോലെ സവാളയായിട്ട് ഒന്ന് നമുക്ക് ഇളക്കാം. ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോ, ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം തക്കാളിയുടെ ടേസ്റ്റ് വേണോ അത്രയും. നോർമൽ തക്കാളി ആണെങ്കിൽ അഗെയിൻ ആസ് ഐ ടോൾഡ് യു ഒരു 4 തക്കാളിയുടെ പ്യൂരെ വേണം. പക്ഷെ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് ഐ എം ആഡിങ് ദിസ് മച്ച്. നോക്കിക്കോളൂ, 1 2 3 4 5 6 7 8 9 ഓക്കെ 10. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് കോൺസെൻട്രേറ്റഡ് പ്യൂരെ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന വെള്ളമല്ലേ, നമുക്കാണ് ആഡ് ദാറ്റ്. കുറച്ചുകൂടെ വാട്ടർ. നോർമലി ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുമ്പോൾ കശ്മീരി മുളക്, നമ്മുടെ റോ ആയിട്ടുള്ള കശ്മീരി ഡ്രൈ ചെയ്തിട്ടുള്ള ആ മുളക്, പിന്നെ നമ്മുടെ കൊറിയാൻഡറിൻ്റെ സീഡ്, പെപ്പർ, ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് സോക്ക് ചെയ്ത് വിൽ കീപ്പ് ഇറ്റ് ഫോർ ഫ്യൂ അവേഴ്സ്. എന്നിട്ട് അത് മിക്സർ ഗ്രൈൻഡറിൽ വിത്ത് ക്യുമിൻ സീഡ് അരച്ച് എടുത്ത്, ദാറ്റ് ഈസ് ദ ഗ്രേവി വി പുട്ട് നോർമലി ഈ ഒതൻറ്റിക് ചിക്കൻ ടിക്കയിലൊക്കെ. ബട്ട് നൗ വി ഡോണ്ട് ഹാവ് ടൈം ആൻഡ് നമ്മൾ എല്ലാ ദിവസവും വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ഈസിയസ്റ്റ് ആൻഡ് ഇറ്റ് ടേസ്റ്റ് എക്സാക്ട്ലി ദ സെയിം, ഓർ ഐ വുഡ് സേ ഇറ്റ് ടേസ്റ്റ് ബെറ്റർ. ഈ ആ ഒരു അരച്ചെടുക്കുന്ന ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആയിരിക്കും. അത് കല്ലിലൊക്കെ വെച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഒതൻറ്റിക്. പക്ഷേ ഇവിടെ ഈ മിക്സർ ഗ്രൈൻഡറിലൊക്കെ അരക്കണേലും ഭേദം കണ്ടോ, നമുക്ക് കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ലൈക്ക് ദിസ്. ഇത്ര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം നമുക്ക്. കുറച്ചും കൂടി വെള്ളം യൂസ് ചെയ്യാം. വൈ? ബിക്കോസ് വി ഹാവ് ദിസ് കടലമാവിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം തിക്നെസ് എന്തായാലും വരും. So we'll add a little more water into it ട്ടോ. A little bit more salt into it. ചിക്കൻ്റെ സോൾട്ട് ഇതിനകത്തേക്ക് കയറും, സോ വി ഡോണ്ട് ഹാവ് ടു ആഡ് എ ലോട്ട് ഓഫ് സോൾട്ട്. വേണമെങ്കിൽ ലേറ്റർ ഇടാം കേട്ടോ. നമുക്കിനി തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. മീനൊക്കെ നമ്മൾ എടുത്തില്ലേ അതുപോലെ ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. This is boiling now. So ഇതിലേക്ക് ഞാൻ തീ കുറച്ച് വയ്ക്കാൻ പോവാണ്. And I'm gonna add നമ്മുടെ ചിക്കൻ. Gravy also I'm adding it to this. ഇളക്കാം. ഇതിവിടെ ഇരുന്ന് ഇനി ഒന്ന് വേവട്ടെ. സോ ആ ചിക്കൻ്റെ ആ ഒരു ജ്യൂസൊക്കെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങി വന്ന് അതൊന്ന് സെറ്റാവണം. അപ്പോൾ ഇനി നമ്മൾക്ക് ടൊമാറ്റോ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ തിളച്ച് പൊട്ടിത്തെറിക്കും കൊമ്മള വന്നിട്ട്. സോ ഓൾവേസ് ബെറ്റർ ടു കീപ്പ് ഇറ്റ് ക്ലോസ്. അപ്പം നമ്മുടെ ചിക്കൻ ഒരു ഇളം ചൂടിൽ ഒരു 10 to 15 minutes ഞാനൊന്ന് കുക്ക് ചെയ്തു. പക്ഷേ 10 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി, ചിക്കൻ ഓൾറെഡി വേവും. ഞാൻ മാക്സിമം ഒന്ന് സോഫ്റ്റ് ആവട്ടെ. നമുക്ക് കടലമാവ് ഇട്ടിട്ടുണ്ട്, തൈര് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ചിക്കൻ സോഫ്റ്റ്നെസ്സിന് പ്രശ്നമൊന്നും വരില്ല. ഇങ്ങനെ ഹാർഡ് പോലെ ഒന്നും ആവില്ല ഇത്ര നേരം ഇരുന്നാൽ. പക്ഷേ ആ സോസിലേക്ക്, നമ്മുടെ ആ ഗ്രേവിയിലേക്ക് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ ഇറങ്ങാനായിട്ട് ഒരു 15 minutes മീഡിയം ഫ്ലെയിമിൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് അതിൻ്റെ പരിവം.
ടേസ്റ്റി ചിക്കൻ ടിക്ക മസാല. കണ്ടോ, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കും. തീ കുറച്ച് വയ്ക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ തിളയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ ഇട്ടുകൊണ്ട്. ദെൻ അതിലേക്ക് ഐ എം ഗോണ ആഡ്, ഇത് ഓപ്ഷണലാണ്, ക്രീം റാമോടെ യൂസ് ചെയ്യാൻ പോവാണ് നമ്മളിതിലേക്ക്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ പോവാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒഴിക്കാം. അതായത് പാട ആക്ച്വലി പാലിൻ്റെ മുകളിലേക്ക് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഐ ആം ആഡിങ്, ഞാൻ ഇങ്ങനെ ഗ്രീൻ ചില്ലി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 more I'll add. നീളത്തിൽ. ഓൾസോ ഭംഗിക്ക് ഐ എം ഗോണ ആഡ് കൊറിയാൻഡർ ലീവ്സ്. ഒരു പിടി കൊറിയാൻഡർ ലീഫ്. ഞാൻ പാവലിനുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഫ്രോസൺ പൊറോട്ട കിട്ടും. ചിക്കൻ ടിക്ക മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ടേസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഈ പൊറോട്ടയും കൂടി ആക്കി കഴിഞ്ഞിട്ട് സെർവ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ച പൊറോട്ടയാണ്. ഫസ്റ്റ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ഇവിടെ ചിക്കൻ ടിക്ക. ടേക്ക് കെയർ ഓഫ് ദ ചില്ലി. ഓക്കെ, ഞാൻ റൈസാണ്. ബിക്കോസ് ഞങ്ങളിപ്പോൾ ആഴ്ചയിൽ 2 ദിവസമേ റൈസ് കഴിക്കുന്നുള്ളൂ. ആ 2 ദിവസത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ബിക്കോസ് വി വെർ ഔട്ട് സൈഡ്. ഇവിടെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. യു സ്റ്റാർട്ട് മോനെ. Very yummy. For the video ആണോ? Is it good? Mm-hmm. Good as always. Better than last time or no? I don't know. Last time was good, now it's also good. Is it very spicy? No. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ചിക്കൻ ടിക്ക വീട്ടിലുണ്ടാക്കി നോക്കാൻ നാളെ സൺഡേ അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.